അമ്മൂസേ ഹലോ. ഹായ്. ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പാർക്കിലേക്കാണ്. പാർക്കെന്ന് പറയാൻ നമ്മുടെ നാട്ടിലെ പോലുള്ള പാർക്കൊന്നുമല്ല. എല്ലാവർക്കും ഈവനിങ്ങിൽ നടക്കാൻ പോകാനും കുട്ടികൾക്ക് അവിടെ സറൗണ്ടിങ്ങിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയ സ്പേസ്. അപ്പോൾ നമ്മളിവിടെ പാർക്കിൽ വന്നേക്കുവാണ്. പാർക്കിൽ വന്നപ്പോൾ ദേണ്ട നമ്മുടെ നാട്ടിലെ കണിക്കൊന്നയൊക്കെ പോലെ നിറയെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന പോലെയുള്ള ഒരു മരമുണ്ട്. പക്ഷെ ആക്ച്വലി അത് പൂവല്ല കേട്ടോ, അത് അതിൻ്റെ ഇലയുടെ നിറം മാറുന്നതാണ്. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് നടക്കുന്ന സമയമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ചില മരങ്ങളൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇല പൊഴിക്കും. അതിന് മുന്നോടിയായിട്ട് അതിൻ്റെ കളർ ഫസ്റ്റായിട്ട് ചേഞ്ച് ചെയ്തിട്ടാണ് ഇല പൊഴിയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സാണത്. അപ്പോൾ ദൂരെ നിന്ന് കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് കുറേ നേരം കുഞ്ഞാവേനെയൊക്കെ കളിപ്പിച്ച് ചക്കരം പൊന്നാവേ എന്നതാ ചിച്ചു ചാടിക്കളിക്കിടക്കുഞ്ഞാവേ ആടിക്കളിക്കിടക്കുഞ്ഞാവേ ചക്കരം പൊന്ന. കുറച്ച് സമയം ഞാൻ അവളെ ഓരോ പാട്ടൊക്കെ പാടി വെറുതെ ഇങ്ങനെ തുള്ളി കളിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോഴത്തേക്ക് അവിടെ ആൾക്കാരൊക്കെ വന്ന് ഞാൻ അതുകൊണ്ട് പാട്ടൊക്കെ നിർത്തി വെറുതെ കുറച്ചു നേരം അവളെ കൊഞ്ചിച്ചുകൊണ്ടിരുന്നു. ഒപ്പം തന്നെ നമ്മുടെ അയൽവക്കത്തെ കുട്ടികളുണ്ട്, അവർ കുഞ്ഞാവനെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കാണുന്നത് ഓടി വന്ന് വർത്താനമൊക്കെ പറയും. കുറച്ചു നേരം വർത്താനമൊക്കെ പറഞ്ഞ്, പക്ഷെ അവരെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല. കാരണം അതിവിടെ അലൗഡ് അല്ല. അതിന് മുന്നേ തന്നെ പേരൻസിൻ്റെ പെർമിഷനൊക്കെ മേടിക്കണം അങ്ങനെ കാണിക്കണമെങ്കിൽ. അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അപ്പോൾ കുഞ്ഞാവയായിട്ട് കുറച്ചു നേരമൊക്കെ കളിച്ച് അതിലെ ഒന്ന് കറങ്ങിയൊക്കെ നടന്ന് അങ്ങനെ അവൾക്കൊരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് ആക്ച്വലി ഇറങ്ങിയതാണ് ഞങ്ങൾ. എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കുമല്ലേ. പിന്നെ ഞങ്ങൾ ആ മരത്തിൻ്റെ താഴെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി. അതുകൊണ്ട് വെറുതെ കുറച്ച് ഫോട്ടോസ് എടുത്തതാ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? പിന്നെ അവിടെ ഒരു ഊഞ്ഞാലുണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള. അപ്പോൾ കുഞ്ഞാവനെ ഒന്ന് ഊഞ്ഞാലയിലൊക്കെ കയറ്റിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അങ്ങടേക്ക് വന്നു. കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി. ഇതിൻ്റെ താഴെ കണ്ടോ, ഇതാണെന്ന് ഒരു പ്രത്യേക ടൈപ്പ് ഉള്ളൊരു മാറ്റ് പോലത്തെ സാധനമാണ്. കുട്ടികൾ കളിക്കുന്ന സമയത്തൊക്കെ വീണാലും ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ്. ഇവിടുത്തെ ഒട്ടുമിക്ക പാർക്കുകളിലും ഇങ്ങനെ ഉള്ള ഈ ഒരു മാറ്റിടാറുണ്ട്, ഊഞ്ഞാലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കളിക്കുന്ന ഇതിൻ്റെ താഴെയായിട്ട്. ഇവിടെ സേഫ്റ്റി ഭയങ്കര പ്രധാനമാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അവിടെ കുറേ നേരം ഊഞ്ഞാലൊക്കെ ആടി അതിലെ പോകുന്ന ആൾക്കാരെയൊക്കെ വായി നോക്കി ഞങ്ങൾ വരുന്നു. കുറച്ച് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു. അന്നേരമാണ് അതിലെ കൂടെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ഡോഗ് വാക്കിനും സൈക്ലിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ സൈക്കിളിൻ്റെ കാലം കഴിഞ്ഞു പോയില്ലേ, പക്ഷെ ഇപ്പോഴും ഇവിടുത്തെ ആൾക്കാർ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇതെന്ന നിലയ്ക്ക് സൈക്കിൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ആ ഒരു ബോക്സ് കണ്ടായിരുന്നോ, ഡോഗ് ലിറ്റർന്ന് എഴുതിയിട്ട്, ഒരു അപ്പൂപ്പൻ ഡോഗിനെയും കൊണ്ട് വാക്കിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പം ഡോഗ്സ് പൂ ചെയ്യുന്ന സാധനമൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ ഇട്ടിട്ട് പോവുമല്ല, അന്നേരം തന്നെ അവർ എടുത്ത് ഗ്ലൗസ് പോലെ കവറിട്ട് അതെടുത്തിട്ട് ആ ഡോഗ് ലിറ്ററിൽ ഇട്ടിട്ടാണ് പോകുന്നത്, ഇത്ര ക്ലീൻ ആയിട്ട് ഇട്ടിട്ട്. പിന്നെ ഇത് കണ്ടോ, ചെറിയ ചെറിയ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള ആ ഒരു മരം, അങ്ങനത്തെ മരങ്ങളും ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയായി സമയത്ത് ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ഒക്കെ കിളികൾക്കും മണ്ണാനും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിറയെ ഉണ്ട് ഈ സമയത്ത്. വേറൊരു അമ്മച്ചി ഡോഗ് വാക്കിന് വന്ന്. പിന്നെ ആ പോകുന്ന നമ്മുടെ ഇലക്ട്രിക് ബസ്സാണേ. ഞാൻ മിക്കപ്പോഴും ഡ്യൂട്ടിക്ക് പോകുന്ന ഒരു ബസ്സാണത്. ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് അധികം ദൂരമില്ല, ജസ്റ്റ് അങ്ങോട്ട് കയറാനേ ഉള്ളൂ. ഇത് നമ്മുടെ സ്ഥിരമായിട്ട് ചെറിയ ചെറിയ സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന ഒരു ഷോപ്പാണ്. നമ്മൾ വാക്കിങ്ങും പിന്നെ തന്നെ ചെറിയൊരു ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഗായ്സ്. ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. സീ യു ഇൻ